ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കുമെന്ന് UN-ന്റെ ഡിപ്ലോമാറ്റ് ഈ രഹസ്യ വിവരം ലീക്ക് ചെയ്ത് അദ്ദേഹം UN-ന്റെ ഈക്കോസോക്കിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ഇന്ത്യയിൽ NDTV അടക്കമുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഞെട്ടലുണ്ടാക്കുന്നതാണ് നമ്മളുടെ രാജ്യത്തെ. അതായത് ഇറാനിൽ നിന്ന് ഏകദേശം 2000-2500 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഇന്ത്യ. ഇന്ത്യയെ വരെ വളരെ സീരിയസ് ആയി ബാധിക്കും. നമ്മുടെ വരും തലമുറകളെ പോലും ഈ ന്യൂക്ലിയർ റേഡിയേഷൻ ബാധിക്കും. ഞാൻ ആ വാർത്ത എന്തായാലും വായിക്കാം. UN-ന്റെ ഡിപ്ലോമാറ്റായ സഫ UN ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്, രാജിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വളരെ പേടിപ്പെടുത്തുന്ന ട്വീറ്റാണ്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ജനങ്ങൾ ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഈ ഇറാൻ്റെ യുദ്ധത്തിൽ UN-ലെ ചില ആൾക്കാരടക്കം ഒരു ന്യൂക്ലിയർ വെപ്പണിന് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അണവായുധങ്ങൾ യൂസ് ചെയ്യാനുള്ള നീക്കത്തിലാണ്. ഇത് ടെഹ്റാൻ്റെ ഒരു പിക്ചറാണ്. അദ്ദേഹം എന്നിട്ട് ടെഹ്റാൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ ടെഹ്റാൻ്റെ പിക്ചർ കൊടുത്തിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഏകദേശം 1 കോടി ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. 10 മില്യൺ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. വാഷിങ്ടണോ, ബെർലിനോ, പാരീസോ, ലണ്ടനോ ഒക്കെ ഇതേപോലെ ഒന്ന് ന്യൂക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇവിടെ സാധാരണ ആൾക്കാർ, കുടുംബങ്ങൾ, കുട്ടികൾ, ഫാമിലി പെറ്റ്സ്, റെഗുലർ വർക്കിംഗ് ക്ലാസ് ആൾക്കാർ അവർ ജീവിക്കുന്നുണ്ട്. യു ആർ സിക്ക് ടു വാണ്ട് വാർ. ഈ യുദ്ധക്കൊതിയന്മാർക്കെതിരെ ഉള്ള വലിയൊരു പോരാട്ടമാണ് അദ്ദേഹം നയിക്കുന്നത്. ചില യുദ്ധക്കൊതിയന്മാർ, വാർ ഹോക്സ്, അവർ ടെഹ്റാനെ ബോംബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ഡിപ്ലോമാറ്റിക് കരിയർ ഉപേക്ഷിക്കുകയാണ് ഈ ഇൻഫർമേഷൻ ലീക്ക് ചെയ്യാനായി. ഒരുപക്ഷെ ഈ ഇൻഫർമേഷൻ ലീക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് അവിടെ തുടരാൻ കഴിയില്ല. എൻ്റെ എല്ലാ ഡ്യൂട്ടീസും ഞാൻ സസ്പെൻഡ് ചെയ്യുകയാണ്. കാര്യം ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് മനുഷ്യരാശിക്കെതിരെയുള്ളൊരു ക്രൈമാണ്. ഇത് ന്യൂക്ലിയർ വിൻ്റർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം പിന്നെ ദശാബ്ദങ്ങളിലേക്ക് ഒന്നുമില്ലാത്ത സ്ഥലമായി പോകും. വിൻ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല.